വാർത്തകൾ വിശദമായി. അദാനി വിഷയം പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കോലാറിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. പ്രധാനമന്ത്രി ഏത് രാജ്യത്തു പോയാലും അദാനിക്ക് അവിടെ പദ്ധതികൾ കിട്ടും. BJP ഭരണത്തിൽ കർണാടകയിൽ നടന്നത് കുംഭകോണങ്ങൾ മാത്രമാണ്. തന്നെ പുറത്താക്കി ഭയപ്പെടുത്താമെന്നാണ് മോദി കരുതുന്നത്. തന്നെ അയോഗ്യനാക്കിയാലും ജയിലിലിട്ടാലും തന്റെ നിലപാടിൽ മാറ്റമില്ല. OBCക്ക് വേണ്ടിയാണ് പ്രധാനമന്ത്രി സംസാരിക്കുന്നതെങ്കിൽ രാജ്യത്തെ പിന്നാക്കക്കാരുടെ കണക്ക് പറയണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. हिंदुस्तान में OBC कितने हैं, आदिवासी कितने हैं, दलित कितने हैं? तो अगर हम धन बांटने की बात करें, अगर हम सत्ता बांटने की बात करें, तो पहला कदम ये होना चाहिए कि भैया किसकी कितनी आबादी है। यूपीए ने, कांग्रेस पार्टी ने 2011 में कास्ट बेस्ड सेंसस किया। पूरे देश की जातियों का डेटा उस सेंसस में है। मोदी जी, आप ओबीसी की बात करते हैं, उस डेटा को आप पब्लिक कर दीजिए, पता लग जाए देश में कितने ओबीसी हैं, कितने दलित हैं, कितने आदिवासी हैं। അയോഗ്യനാക്കപ്പെട്ടതിന് പിന്നാലെ കോലാറിലെത്തിയ രാഹുൽ ഗാന്ധി വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിക്കുന്നത്. അജി കുഞ്ഞുമോനുണ്ട് വിശദാംശങ്ങളുമായി. അജി, എന്തൊക്കെയാണ് രാഹുൽ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്? കർണാടക തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കർണാടകയിലെ ജനങ്ങൾക്ക് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് രാഹുൽ കൊടുക്കുന്നത്? തീർച്ചയായും തുളസി, ഈ കോലാറിലെ പ്രസംഗത്തെ തുടർന്നാണ് രാഹുൽ ഗാന്ധിയെ സൂറത്ത് കോടതി അയോഗ്യത കൽപ്പിച്ചത്. കോലാറിൽ നടത്തിയ പ്രസംഗത്തെ തുടർന്നാണ് ഇന്ന് അതേ കോലാറിൽ വീണ്ടും മോദിക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ അദാനിയെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് തൻ്റെ മൈക്ക് പാർലമെന്റിൽ ഓഫ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത്. അദാനിയെ പറ്റി ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റാത്ത സാഹചര്യമാണ് രാജ്യത്തുള്ളത്. ഈ അദാനിയുടെ കമ്പനിയിൽ 20,000 കോടി രൂപ, ഷെൽ കമ്പനിയിൽ 20,000 കോടി രൂപ നിക്ഷേപം എവിടെ നിന്നാണ്, ആരാണ് നിക്ഷേപം നൽകിയത്? ഒപ്പം തന്നെ പ്രധാനമന്ത്രി ഏതെല്ലാം രാജ്യത്ത് യാത്ര നടത്തുന്നു ആ രാജ്യങ്ങളിലെല്ലാം തന്നെ അദാനിക്ക് പെട്ടെന്ന് തന്നെ വ്യവസായങ്ങൾ തുടങ്ങാൻ, ബിസിനസ് തുടങ്ങാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്നും, വിമാനത്താവളം നടത്തി യാതൊരു പരിചയമില്ലാത്ത അദാനിക്ക് ഇന്ത്യയിലെ രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് അവകാശം നൽകുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. തന്നെ പുറത്താക്കാൻ ചിലർ ശ്രമിക്കുകയാണ്. എന്നാൽ പുറത്താക്കിയാൽ അത് ഭയപ്പെടുന്ന ആളല്ല. ജയിലിൽ അടച്ചാലും നീതിക്ക് വേണ്ടി താൻ പോരാട്ടം തുടരുമെന്നുമാണ് രാഹുൽ ഗാന്ധി പ്രധാനമായും എടുത്തു പറയുന്നത്. മോദിയും അതേപോലെ തന്നെ അദാനിയും തമ്മിൽ ആഴമേറിയ സൗഹൃദമുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് SBI അടക്കം വിവിധ ബാങ്കുകൾ, SBI നിരവധി കോടിക്കണക്കിന് രൂപയാണ് വായ്പയായി അദാനിക്ക് SBI നൽകിയത്. ഇതിൻ്റെയൊക്കെ ഈ സൗഹൃദത്തിൻ്റെയൊക്കെ ഇതാണ് എന്ന തരത്തിലാണ് പറഞ്ഞത്. മറ്റൊന്ന്, ഈ OBC വിഭാഗത്തെ അപമാനിച്ചു എന്ന് പറയുമ്പോഴും OBC വിഭാഗത്തെക്കുറിച്ച് സംസാരിക്കാം എന്ന തരത്തിലാണ് കോലാറിൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നത്. താഴെത്തട്ടിലുള്ളവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? കേന്ദ്ര സർക്കാർ സംവിധാനത്തിൽ വെറും 7% OBC സെക്രട്ടറിമാർ മാത്രമേ ഉള്ളൂ. പ്രാതിനിധ്യത്തെക്കുറിച്ച് സംസാരിക്കാം എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി മോദിയോട് പറയുന്നത്. UPA സർക്കാർ ജാതി സെൻസസ് നടത്തി. മോദി OBC അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. ജാതി സെൻസസ് വിടണമെന്ന് ഏതെങ്കിലും തരത്തിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സെൻസസ് പുറത്തുവിടണമെന്ന് രാഹുൽ ഗാന്ധി മോദിയെ വെല്ലുവിളിക്കുന്നതായിരുന്നു ഇന്ന് കോലാറിൽ നടത്തിയ ഒരു പ്രസംഗം എന്ന് പറയുന്നത്. മോദി OBC അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, എന്നാൽ ജാതി സെൻസസ് വിവരങ്ങൾ പുറത്തുവിടാൻ ധൈര്യം കാണിക്കണമെന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത്. ആ ജോലി ചെയ്യാതെ ഇരിക്കുന്നതാണ്, അതായത് ഈ OBC വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടാതിരിക്കുന്നതാണ് അപമാനകരമെന്നാണ് ഈ രാഹുൽ ഗാന്ധി പറയുന്നത്. SC/ST സംഭരണത്തിന് 50% പരിധി വെച്ചത് മാറ്റൂ എന്നും സംഭരണം നടപ്പാക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാനും പരിശോധിക്കണമെന്നും മോദി പറയുന്നു. ഒപ്പം തന്നെ കോൺഗ്രസ് സർക്കാർ കർണാടകത്തിൽ അധികാരത്തിൽ വരുമെന്നും മോദി അദാനി ബന്ധത്തിൽ ആഴമേറിയ ബന്ധങ്ങളുണ്ട് എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കർണാടകയിൽ വലിയ രീതിയിലുള്ള കുംഭകോണം BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇതിൽക്ക് അദാനിയുടെ ഒരു പിന്തുണയുണ്ട് എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഇന്ന് രാഹുൽ ഗാന്ധി കോലാറിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസ് ശക്തമായി തന്നെ കർണാടകയിൽ തിരിച്ചു വരുമെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രസംഗത്തിലൂടെ തന്നെ എടുത്തു പറയേണ്ടത്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തോടു കൂടെ തന്നെ കർണാടകയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ തുടക്കം കുറിച്ചിരിക്കുകയാണ് തുളസി. വ്യക്തമാണ് അജി കുഞ്ഞുമോൻ.